തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ച ഷാരോൺ എന്ന യുവാവിനെ കാമുകി ഗ്രീഷ്മ വിഷം നൽകി കൊന്ന കേസിലെ വിധിന്യായത്തിലുള്ളത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരതയുടെ വിവരണങ്ങളാണ്. പ്രണയത്തിൽ നിന്ന് ഒഴിവാകാൻ നടത്തിയ അതിസമർത്ഥമായ കൊലയാണ് ഗ്രീഷ്മ നടത്തിയത്. ആദ്യത്തെ തവണയല്ല ഗ്രീഷ്മ ഷാരോണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അമിതമായി പാരസെറ്റമോൾ കലക്കി നേരത്തെ നൽകിയിരുന്നു. അമിതമായ കയ്പ് മൂലം അന്ന് ഷാരോൺ അത് കുടിക്കാതിരുന്നതിനാൽ ക്രിമിനൽ ബുദ്ധിയുള്ള പ്രതിയായ ഗ്രീഷ്മ അടുത്ത ശ്രമത്തിനായുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ദിവസങ്ങളോളം ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ കൊലക്ക് ഉപയോഗിച്ച കീടനാശിനി തെരഞ്ഞെടുത്തത്. ഇത് ഉപയോഗിച്ച ശേഷം 24 മണിക്കൂർ കഴിഞ്ഞാൽ വിഷാംശം കണ്ടെത്താൻ സാധിക്കില്ലെന്ന് ഗ്രീഷ്മയ്ക്ക് മനസ്സിലായിരുന്നു. തുടർന്നാണ് കഷായ ചലഞ്ച് എന്ന പദ്ധതി ഗ്രീഷ്മ തയ്യാറാക്കിയത്. സംഭവ ദിവസത്തിന് തലേ ദിവസം രാത്രി മണിക്കൂറുകളോളം ഷാരോണിനോട് ലൈംഗിക കാര്യങ്ങളടക്കം സംസാരിച്ച് അടുത്ത ദിവസം ശാരീരിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ബൈക്ക് ഇല്ലെന്നും മറ്റൊരു ദിവസം വരാമെന്നും ഷാരോൺ പറഞ്ഞപ്പോൾ ആരുടെയെങ്കിലും ബൈക്ക് സംഘടിപ്പിച്ച് വരാൻ ഗ്രീഷ്മ നിർബന്ധിക്കുകയായിരുന്നു. തുടർന്നാണ് താൻ കഴിക്കുന്ന കഷായത്തിന് വലിയ കയ്പാണെന്നും പറ്റുമെങ്കിൽ കഴിച്ചു നോക്കാനുള്ള ചലഞ്ച് ഗ്രീഷ്മ ഷാരോണിന് മുന്നിൽ വെക്കുന്നത്. പ്രണയത്തിന്റെ പേരിൽ ഗ്രീഷ്മ നൽകുന്നത് വിഷമാണെന്നറിയാതെ ഷാരോൺ അതെടുത്ത് കഴിക്കുകയായിരുന്നു. ഇതാണ് ഷാരോണിന്റെ മരണത്തിന് കാരണമായത്. ഗ്രീഷ്മ നടത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കോടതി വിലയിരുത്തി. ബ്രൂട്ടൽ ആൻഡ് ബ്രില്യൻ ക്രൈം എന്നാണ് ഈ കേസിനെ കോടതി വിശേഷിപ്പിച്ചത്. സ്നേഹത്തിന്റെ മറവിൽ നടത്തിയ കൊടും ക്രൂരതയാണ് ഗ്രീഷ്മ നടത്തിയത്. ആ യുവാവ് മരിച്ചത് നരകിച്ചാണ്. ആന്തരിക അവയവങ്ങൾ ഉരുകിത്തീർന്നതിലൂടെ 11 ദിവസം ജലപാനമില്ലാതെ കിടക്കേണ്ടി വന്നു. ഗ്രീഷ്മയെ ഷാരോൺ അമിതമായി പ്രണയിച്ചിരുന്നു. അതുകൊണ്ടാണ് നരകിച്ച് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയുടെ പേര് ഷാരോൺ പറയാതിരുന്നത്. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നും അതിനാലാണ് മരണമൊഴിയിൽ ഗ്രീഷ്മയുടെ പേര് പറയാതിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. പ്രായത്തിന്റെ ഇളവ് പ്രതിക്ക് ലഭിക്കില്ലെന്നും ഷാരോണിനും ഇതേ പ്രായമായിരുന്നെന്നും കോടതി വിധിയിൽ പറയുന്നു. സംഭവ ദിവസം ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി കണ്ടെത്തി. 48 സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ടെന്നും കോടതി പറഞ്ഞു. കേസിലെ അന്വേഷണ മികവിനെ പോലീസ് സംഘത്തെ കോടതി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വിധിച്ച ശിക്ഷ മേൽക്കോടതിയിൽ നിലനിൽക്കാൻ സാധ്യത കുറവാണെന്ന് പറയുകയാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. സെഷൻസ് കോടതിയുടേത് അധിക ശിക്ഷ എന്നാണ് തന്റെ അഭിപ്രായം. സുപ്രീം കോടതി വിധികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. ഗ്രീഷ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലെ സമ്മർദ്ദം ഷാരോൺ ഒരുക്കിയത് കോടതി പരിഗണിക്കണമായിരുന്നു എന്നാണ് കെമാൽ പാഷ പറയുന്നത്. ഒരു സംശയത്തിന്റെയും ആനുകൂല്യമില്ലാത്ത അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ വിധിക്കുക. ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ വധശിക്ഷ അധിക ശിക്ഷയാണ്. 24 വയസ്സ് മാത്രമാണ് പ്രതിക്ക് പ്രായം. പക്വതയില്ലാത്ത മനസ്സാണ് ആ പെൺകുട്ടിയുടേത്. പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയായി. ഈ കുട്ടി കസ്റ്റഡിയിലിരിക്കെ ലൈസോൾ എടുത്തു കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആ സമയത്ത് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇവന്റെ, അതായത് ഷാരോണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാതായപ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാനായി കലക്കി വെച്ച ആ കഷായം എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞപ്പോൾ അത് കഷായമാണെന്ന് ഷാരോൺ പറയുകയായിരുന്നു. അങ്ങനെ അവൻ എടുത്തു കുടിക്കുകയായിരുന്നുവെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. കൂടാതെ തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്ന് ഷാരോൺ പറഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഗ്രീഷ്മ ഇത് ചെയ്തത്. അത് ശരിയാണെന്ന് താൻ പറയുന്നില്ല, കുറ്റകൃത്യം തന്നെയാണ്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല ഇതെന്നും റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ പറയുന്നു.